ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അൽവയാണ്. അമൃതം പൊടി കൊണ്ടാണ് നമ്മൾ അൽവ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ന്യൂട്രീഷനാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമാണ്. അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ എന്തായാലും കഴിച്ചോളും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അമൃതം പൊടിയും കൊണ്ട് അൽവ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അമൃതം പൊടി. അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ്, ന്യൂട്രിമിക്സ്. ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പൊടി എടുത്ത അതേ കപ്പിലാണ് 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടൊന്നുമില്ലാണ്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര പാവ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 150 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ ഇവിടെ 8 മിനിറ്റ് ഞാൻ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യും ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. എന്നിട്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് ഒന്ന് നമുക്ക് എല്ലാവിടെയും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റി, നല്ല സോഫ്റ്റുമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇനി ഞാൻ നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു. ബൈ.